Okay, good morning all. ഇന്ന് നമ്മുടെ ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിന്റെ 10th മാത്തമാറ്റിക്സിലെ ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 9 വീഡിയോസിലായിട്ട് ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയോട് കൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് വരാം. നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ബാലൻസ് വെച്ചിരുന്നത്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഓക്കെ, യെസ്, ലിസൺ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: A 1.75 meter tall man standing at the foot of a tower sees the top of a hill 40 meters away at an elevation of 60 degrees. Climbing to the top of the tower, he sees it at an elevation of 50 degrees. Then calculate the heights of the tower and the hill. ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ബോർഡ് കാണാം. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: ഒരു 1.75 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരാൾ, അയാള് ആദ്യം ഒരു ടവറിന്റെ ചുവട്ടിൽ നിന്നിട്ട് 40 മീറ്റർ ഡിസ്റ്റൻസിലുള്ള 40 മീറ്റർ അകലത്തിലുള്ള ഒരു കുന്നിന്റെ ടോപ്പ് നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷനിലാണ് നോക്കുന്നത്. നോക്കുമ്പോൾ ഉണ്ടാകുന്ന മേൽക്കോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. പിന്നീട് അയാൾ ഈ ടവറിന്റെ മുകളിലേക്ക് കയറി നിൽക്കുന്നു. എന്നിട്ട് ഇതേ കുന്നിന്റെ ടോപ്പ് നോക്കുകയാണ്. അപ്പോഴും ആംഗിൾ ഓഫ് എലവേഷൻ തന്നെയാണ്, മേൽക്കോൺ തന്നെയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടവറിനേക്കാൾ ഉയരം കൂടുതലാണ് നമ്മുടെ ഹില്ലിന്, അല്ലെ? കുന്നിനാണ് ടവറിനേക്കാൾ ഹൈറ്റ് കൂടുതൽ. ഇപ്പൊ ടവറിന്റെ മുകളിൽ കയറി നിന്ന് നോക്കുമ്പോഴും അയാൾ ഈ കുന്നിന്റെ മുകൾ ഭാഗം കാണുന്നത് ആംഗിൾ ഓഫ് എലവേഷനിൽ തന്നെയാണ്. പക്ഷേ താഴെ നിന്ന് നോക്കുമ്പോൾ 60 ഡിഗ്രി എലവേഷനിലാണ് കണ്ടതെങ്കിൽ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് 50 ഡിഗ്രിയിലാണ്, 50 ഡിഗ്രി മേൽക്കോണിലാണ് കാണുന്നത്. അത് നമുക്കറിയാം. ചുവട്ടിൽ നോക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് സ്ട്രെയിൻ ചെയ്ത് നോക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ടവറിന്റെ മുകളിൽ കയറി നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്ട്രെയിൻ കുറയും, അപ്പോൾ ആംഗിൾ ഓഫ് എലവേഷൻ കുറയും. ഈ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത് ഈ ടവറിന്റെ ഹൈറ്റും പിന്നെ ഹില്ലിന്റെ ഹൈറ്റുമാണ്. ടവറിന്റെ ഉയരം എന്ത്, ദെൻ ഹില്ലിന്റെ ഈ കുന്നിന്റെ ഉയരം എന്ത്, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പിക്ചർ വരച്ചു നോക്കാം. ഇതാണ് ടവർ. ടവറിനേക്കാൾ ഹൈറ്റ് കൂടിയതാണ് നമ്മുടെ ഹില്ല്. അപ്പൊ ഹില്ല് ഇങ്ങനെ വരും, ഒരു ടവറും ഒരു ഹില്ലും. ഇനി ടവറിന്റെ ചുവട്ടിൽ നിന്ന് 40 മീറ്റർ ഡിസ്റ്റൻസിലാണ്, 40 മീറ്റർ അകലത്തിലാണ് ഈ ഹില്ലുള്ളത്. ആ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യം ഇയാൾ നോക്കുന്നത് ടവറിന്റെ ചുവട്ടിൽ നിന്ന് നോക്കുന്നു. അപ്പോൾ ഇയാളുടെ ഹൈറ്റ് 1.75 എന്നത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം. ടവർ ഇങ്ങനെ നിൽക്കുന്നു, ടവറിന്റെ ചുവട്ടിൽ അയാൾ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾ ടവറിനോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഹൈറ്റ് നമ്മൾ എക്സ്ട്രാ വരയ്ക്കേണ്ടതില്ല, ടവറിനോട് ചേർത്ത് തന്നെ വരയ്ക്കാം. ഓക്കെ, ദെൻ ഈ ഒരു പോയിന്റിൽ നിന്ന് അയാൾ ഈ ഹില്ലിന്റെ ടോപ്പിനെ നോക്കുകയാണ്. ഹി സീസ് ദി ടോപ്പ് ഓഫ് ദി ഹിൽ അറ്റ് ആൻ എലവേഷൻ ഓഫ് 60 ഡിഗ്രി. കുന്നിന്റെ മുകൾ ഭാഗം 60 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഹൊറിസോണ്ടൽ ലൈന് വരച്ചാൽ 60 ഡിഗ്രി എന്ന് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. പിന്നീട് അയാൾ എന്താ ചെയ്ത്, അയാൾ ഈ ടവറിന്റെ ടോപ്പിലേക്ക് കയറി നിൽക്കുന്നു. അപ്പൊ അയാളുടെ പൊസിഷൻ ഇവിടെയായി. അത് നമ്മൾ എക്സ്ട്രാ വരയ്ക്കണം. ടവർ ഇങ്ങനെ നിൽക്കുന്നു, ടവറിന്റെ ടോപ്പിൽ അയാൾ കയറി നിൽക്കുകയാണെങ്കിൽ അത് ടവറും കഴിഞ്ഞിട്ട് അയാളുടെ ഹൈറ്റ് നമ്മൾ പ്രത്യേകം വരച്ച് കാണിക്കണം. അത് 1.75 ആണ്. ഇനി ഇവിടെ നിന്ന് ഇയാൾ ഹില്ലിനെ നോക്കുന്നു. അറ്റ് ആൻ ആംഗിൾ ഓഫ് എലവേഷൻ 50 ഡിഗ്രി. ഇവിടെ ഇയാളുടെ ചോട്ട് നമുക്കൊരു ലൈൻ ഇങ്ങോട്ട് വരച്ചു വെക്കാം. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ആദ്യം ടവറിന്റെ ചുവട്ടിൽ നിന്ന് ആ ഹില്ലിന്റെ, അതായത് കുന്നിന്റെ ടോപ്പിലേക്ക് അയാൾ നോക്കുന്നു. 60 ഡിഗ്രിയാണ് അവിടെ ആംഗിൾ ഓഫ് എലവേഷൻ. പിന്നീട് ഈ ടവറിന്റെ മുകളിൽ കയറി നിന്നിട്ട് അയാൾ ഇതേ കുന്നിനെ തന്നെ നോക്കുന്നു. അപ്പോൾ ആംഗിൾ ഓഫ് എലവേഷൻ 50 ഡിഗ്രിയായി, മേൽക്കോണ് 50 ഡിഗ്രിയായി. അങ്ങനെയാണെങ്കിൽ find the height of the tower and find the height of the hill. കുന്നിന്റെ ഉയരവും ടവറിന്റെ ഉയരവും കാണുക എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ.
അപ്പോൾ നമുക്ക് നേരത്തെ പോലെ ലെറ്റേഴ്സ് കൊടുക്കാം. എ, ബി, സി, ഡി, ഇ, എല്ലാ വെർട്ടെക്സിലും നമുക്ക് ലെറ്റേഴ്സ് കൊടുക്കാം. എഫ്, ജി, എച്ച്, പിന്നെ ഇവിടെ ജെ. അതിന് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും ലെറ്റേഴ്സ് കൊടുത്തു. ഇവിടെ റൈറ്റ് ട്രയാങ്കിൾസ് ഉണ്ട്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ഡി ജി. ട്രയാങ്കിൾ എ ഡി ജി മട്ടത്രികോണമാണ്. ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ അല്ലേ. അതുപോലെ മറ്റൊരു ട്രയാങ്കിൾ ആണ് ട്രയാങ്കിൾ എ ബി ജി. ഇവിടെയും 90 ഡിഗ്രിയാണ്. ആ രണ്ട് ട്രയാങ്കിളിലെയും ആംഗിൾസ് നമുക്കറിയാം. ഇവിടെ 60 ഡിഗ്രി ഉണ്ട്, ഇവിടെ 50 ഡിഗ്രി ഉണ്ട്. ഈ ത്രികോണം എ ഡി ജിയിൽ, ട്രയാങ്കിൾ എ ഡി ജിയിൽ ആംഗിൾ 60 ഡിഗ്രി ആയതുകൊണ്ട് അവിടെ ടാൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ട്രയാങ്കിൾ എ ഡി ജിയിൽ ആംഗിൾസ് 60 ഡിഗ്രിയും 30 ഡിഗ്രിയും 90 ഡിഗ്രിയും ആയതുകൊണ്ട് അവിടെ നമ്മൾ ടാൻ അപ്ലൈ ചെയ്യാതെ തന്നെ ഒരു സൈഡ് അറിയാം. 40 മീറ്റർ എന്നുള്ളത് ഒരു സൈഡിന്റെ ലെങ്ത് ആണ്. അത് വെച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള സൈഡ്സ് പറയാൻ പറ്റും. നമുക്ക് ആദ്യം അതിന്റെ സ്റ്റെപ്പ് നോക്കാം. ഇൻ ട്രയാങ്കിൾ എ ഡി ജി എന്ന ട്രയാങ്കിളില് ആംഗിൾസ് ആർ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. അതിന്റെ കോണുകൾ 30, 60, 90 അതുകൊണ്ട് റേഷ്യോ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ അംശബന്ധം 1:√3:2 ആണ്. 1:√3:2. അവിടെ 30യുടെ ഓപ്പോസിറ്റിൽ 1 ആകുമ്പോൾ 60യുടെ ഓപ്പോസിറ്റിൽ √3യും 90യുടെ ഓപ്പോസിറ്റിൽ 2 ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ 30 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റിൽ ഉള്ളത് 40 മീറ്റർ ആണ്, 40 ആണ്. അപ്പൊ ഈ 1ന് പകരം 40 വരുമ്പോൾ ഇവിടെ 1√3√2. അപ്പൊ ഇവിടെ 40 ആണെങ്കിൽ അടുത്ത സൈഡ് 40√3 ആയിരിക്കും, ലാസ്റ്റ് സൈഡ് 80 ആയിരിക്കും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കേസാണ് അല്ലെ. അപ്പൊ ഇവിടെ റേഷ്യോ 1:√3:2 ആയതുകൊണ്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ജി ഡി ഈക്വൽ ടു 40 മീറ്റർ എന്ന് അറിയാം. ജി ഡി ഈക്വൽ ടു 40 മീറ്റർ എന്നറിയാം. Therefore AD ഈക്വൽ ടു 40√3 എന്ന് കിട്ടും. AD ഈക്വൽ ടു 40√3, അതായത് AD ഈക്വൽ ടു 40 ഇൻറ്റു 1.732. √3യുടെ വാല്യൂ ആണ് 1.732. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് AD ഈക്വൽ ടു അത് മൾട്ടിപ്ലൈ ചെയ്താൽ 69.28 എന്ന് കിട്ടും. അതാണ് ADയുടെ ലെങ്ത്, 69.28. ഇനി ഈ AD കിട്ടിയാൽ പിന്നെ അതിനോട് താഴെയുള്ള DE എന്ന ലെങ്ത് കൂടെ ആഡ് ചെയ്താൽ, അതും കൂടെ കൂട്ടിയാൽ നമുക്ക് A മുതൽ E വരെയുള്ള ടോട്ടൽ ലെങ്ത് കിട്ടും. അതാണ് നമ്മുടെ ഹില്ലിന്റെ ഹൈറ്റ്, കുന്നിന്റെ ഉയരം, ഹൈറ്റ് ഓഫ് ദി ഹിൽ അല്ലെ. നമുക്ക് എഴുതാം ഹൈറ്റ് ഓഫ് ദി ഹിൽ, കുന്നിന്റെ ഉയരം സമം ഹൈറ്റ് ഓഫ് ദി ഹിൽ ഈക്വൽ ടു AD പ്ലസ് DE ആണ്. AD പ്ലസ് DE ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 69.28 പ്ലസ് 1.75 അല്ലേ. ആ ഹില്ലിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് AD ആണ്. AD പ്ലസ് DE ആണ്. അത് 69.28 പ്ലസ് 1.75 വരും. അത് ആഡ് ചെയ്താൽ 71.03 മീറ്റർ എന്ന് കിട്ടും. ഇതാണ് ഹൈറ്റ് ഓഫ് ദി ഹിൽ. ഓക്കെ, അപ്പൊ ഹില്ലിന്റെ ഹൈറ്റ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഹൈറ്റ് ഓഫ് ദി ടവർ ആണ്. ടവറിന്റെ ഹൈറ്റ് എന്ത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ടവർ നമ്മുടെ ഫിഗറിൽ നമുക്കറിയാം, F മുതൽ H വരെയുള്ള ലെങ്ത് ആണ് ടവർ. ഇതാണ് ടവറിന്റെ ഹൈറ്റ്. അവിടെ എഫിൽ നിന്ന് ഒരു 1.75 മീറ്റർ ഹൈറ്റിലാണ് ജി ഉള്ളത്. അപ്പൊ ജസ്റ്റ് 1.75 മീറ്റർ മുകളിലേക്ക് വന്നു ജി. അതുപോലെ തന്നെ എച്ചിൽ നിന്ന് 1.75 മീറ്റർ ഹൈറ്റിലാണ് ജെ ഉള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ച ഒരു സാധനം ജസ്റ്റ് 1.75 മീറ്റർ ഹൈറ്റിലേക്ക് കയറ്റി വെക്കുമ്പോൾ അത് മുകളിലേക്ക് നീങ്ങി. അതായത് എഫ് മുതൽ എച്ച് വരെയുള്ള സെയിം ഹൈറ്റ് ആണ് ജി മുതൽ ജെ വരെ ഉണ്ടാകുക അല്ലെ. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഹിയർ
എഫ് എച്ച് അല്ലെ, ഹൈറ്റ് ഓഫ് ദി ടവർ ആണ്. ഹൈറ്റ് ഓഫ് ദി ടവർ, ഹിയർ ഹൈറ്റ് ഓഫ് ദി ടവർ, ടവറിന്റെ ഉയരം എന്ന് പറയുന്നത് എഫ് എച്ച് ആണ്. എഫ് മുതൽ എച്ച് വരെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ജെ, അത് ജി ജെക്ക് ഈക്വൽ ആണ്. ഇനി ഈ സൈഡിൽ നിന്ന് നേരെ റൈറ്റ് സൈഡിലേക്ക് പോയാൽ ജി ജെ എന്ന് പറയുന്ന സെയിം ലെങ്ത് ആണ് ബി ഡിയും. അപ്പൊ അത് ബി ഡിക്ക് ഈക്വൽ ആണ്. ഹൈറ്റ് ഓഫ് ദി ടവർ ശരിക്കും എഫ് എച്ച് ആണ്, സെയിം ലെങ്ത് ആണ് ജി ജെക്കും, അതേ നീളമാണ് ബി ഡിക്കും. അപ്പൊ ബി ഡിയുടെ ലെങ്ത് എന്താന്ന് കിട്ടിയാൽ നമുക്ക് ടവറിന്റെ ഹൈറ്റ് ആയി അല്ലെ. ബി ഡിയുടെ ലെങ്ത് കാണാൻ റൈറ്റ് സൈഡിൽ വളരെ ക്ലിയർ ആണ്. എ ഡി നമുക്കറിയാം 69.28 അല്ലെ. ആ എ ഡിയിൽ നിന്ന് എ ബി ലെസ് ചെയ്താൽ, എ ബി മൈനസ് ചെയ്താൽ, എ ബിനെ കുറച്ചാൽ നമുക്ക് ബി ഡി കിട്ടും. ആ ബി ഡി ആണ് നമ്മുടെ ഹൈറ്റ് ഓഫ് ദി ടവർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കണ്ടെത്തണം? എ ബിയുടെ ലെങ്ത് കൂടെ കണ്ടെത്തണം. എ ബിയുടെ ലെങ്ത് കണ്ടെത്താൻ ഇവിടെ ട്രയാങ്കിൾ എ ബി ജെ ഉണ്ട്. ട്രയാങ്കിൾ എ ബി ജെയില് ഒരു 50 ഡിഗ്രി ആംഗിൾ ഉണ്ട്. 50 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് എ ബി എന്ന് പറയുന്നത്. നമുക്ക് കണ്ടെത്താം. അഡ്ജസന്റ് സൈഡ് അറിയാം, 40 ആണ് അല്ലെ. നമുക്ക് അതിന്റെ സ്റ്റെപ്പ് നോക്കാം. ഇൻ ട്രയാങ്കിൾ എ ബി ജെ എന്ന ട്രയാങ്കിളില് tan 50 ഡിഗ്രി ഇസ് ഈക്വൽ ടു 50 ഡിഗ്രിയുടെ ടാന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എ ബി ആണ്, അഡ്ജസന്റ് സൈഡ് 40 ആണ്. ഓക്കെ, അപ്പൊ tan 50 ഇവിടെ കൂടെ ഈ 40യെ കൊണ്ടുവരുമ്പോ എ ബി ഈക്വൽ ടു ഡിവൈഡഡ് ബൈ 40 ഇപ്പുറത്തേക്ക് വരുമ്പോ 40 ഇൻറ്റു tan 50 ഡിഗ്രി എന്ന് വരും. 40 ഗുണിക്കണം tan 50. ഈ tan 50യുടെ വില 1. നമുക്ക് ടേബിൾ നോക്കി അറിയാം, 1.192 ആണ് tan 50യുടെ വില. അപ്പൊ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താല് നമുക്ക് കിട്ടുന്ന ആൻസർ 47.68 ആണ്. ഇത്രയുമാണ് എ ബി. 47.68 ആണ് എ ബിയുടെ ലെങ്ത്. നമ്മൾ എന്തിനാ എ ബി കണ്ടെത്തിയത്? ഹൈറ്റ് ഓഫ് ദി ടവർ എന്നത് ബി ഡിക്ക് ഈക്വൽ ആണെന്ന് മനസ്സിലാക്കി അല്ലെ. ആ ബി ഡി കണ്ടുപിടിക്കാൻ എ ഡിയിൽ നിന്ന് എ ബി മൈനസ് ചെയ്താൽ മതി. അപ്പൊ ഒന്നുകൂടെ നമുക്ക് എഴുതാം. ഹൈറ്റ് ഓഫ് ദി ടവർ ഈക്വൽ ടു, ഹൈറ്റ് ഓഫ് ദി ടവർ എന്ന് പറയുന്നത് ബി ഡിക്ക് ഈക്വൽ ആണ്. ആ ബി ഡി കാണാൻ എ ഡിയിൽ നിന്ന് എ ബി മൈനസ് ചെയ്താൽ മതി. എ ഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് നേരത്തെ 69.28 മൈനസ് എ ബി നമ്മളിപ്പോ കണ്ടെത്തി 47.68. ദാറ്റ് ഈസ് ഈക്വൽ ടു 69.28 നിന്ന് 47.68 മൈനസ് ചെയ്താൽ 21.6 മീറ്റർ എന്ന് കിട്ടും. 21.6 മീറ്റർ. അതാണ് നമ്മുടെ ടവറിന്റെ ഉയരം. അപ്പോ ഹൈറ്റ് ഓഫ് ദി ഹില്ല് നമുക്ക് നേരത്തെ കിട്ടി അല്ലെ. ഹൈറ്റ് ഓഫ് ദി ഹില്ല് 71.03 ആണ്. ഇപ്പൊ കണ്ടുപിടിച്ചത് എന്താണ്? ഹൈറ്റ് ഓഫ് ദി ടവർ ആണ്. അത് 21.6 മീറ്റർ ആണ്. ഓക്കെ, ഇതോടുകൂടി ഈ ക്വസ്റ്റ്യൻ ആൻസർ കംപ്ലീറ്റ് ആയി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ: എ മാൻ 1.8 മീറ്റർ ടോൾ സ്റ്റാൻഡിംഗ് അറ്റ് ദി ടോപ്പ് ഓഫ് എ ടെലിഫോൺ ടവർ. So the top of a 10 meter high building at a depression of 40 degree. അല്ലെ, 1.8 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരാള് ഒരു സ്റ്റാൻഡിംഗ് അറ്റ് ദി ടോപ്പ് ഓഫ് എ ടെലിഫോൺ ടവർ, ഒരു ടെലിഫോൺ ടവറിന്റെ മുകളിലാണ് അയാൾ നിൽക്കുന്നത്. He saw the top of a 10 meter high building. 10 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങിനെ അയാൾ നോക്കുന്നത് ആംഗിൾ ഓഫ് ഡിപ്രഷനിലാണ്. അപ്പൊ ടവറിന്റെ മുകളിലാണ് അയാൾ ഉള്ളത്. അയാൾ ആ ടവറിനേക്കാൾ ഹൈറ്റ് കുറഞ്ഞ വെറും 10 മീറ്റർ മാത്രം ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങിനെ എന്ത് ചെയ്യുന്നു? ആംഗിൾ ഓഫ് ഡിപ്രഷൻ 40 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷൻ 40 ഡിഗ്രി കീഴ്ക്കോണിലാണ് അയാൾ നോക്കുന്നത്. ആൻഡ് ദി ബേസ് ഓഫ് ദി ബിൽഡിംഗ് അറ്റ് എ ഡിപ്രഷൻ ഓഫ് 60 ഡിഗ്രി. ഇതേ ബിൽഡിങ്ങിന്റെ താഴെയുള്ള ഭാഗം, ചുവടിലുള്ള ഭാഗം നോക്കുന്നത്
ആംഗിൾ ഓഫ് ഡിപ്രഷൻ 60 ഡിഗ്രി, 60 ഡിഗ്രിയിലാണ്. കീഴ്ക്കോൺ 60 ഡിഗ്രിയാണ്. Then what is the height of the tower and how far is it from the building? ഈ ടവറിന്റെ ഹൈറ്റ് എത്രയാണ്, പിന്നെ അത് ഈ ബിൽഡിങ്ങിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഫിഗർ നോക്കാം. ഫിഗർ വരയ്ക്കുമ്പോൾ ഒരു ടവറും ഒരു ബിൽഡിങ്ങുമാണ് വേണ്ടത്. ടവർ നമുക്ക് മാക്സിമം ഹൈറ്റിൽ വരയ്ക്കാം, ബിൽഡിംഗ് അതിനേക്കാൾ ഹൈറ്റ് കുറവാണ്. ഓക്കെ, ബിൽഡിങ്ങിന്റെ ഹൈറ്റ് 10 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 10 മീറ്റർ ഹൈറ്റ് ബിൽഡിംഗ് ആണ്. എ മാൻ 1.8 മീറ്റർ ടോൾ സ്റ്റാൻഡിങ് അറ്റ് ദി ടോപ്പ് ഓഫ് എ ടെലഫോൺ ടവർ. ടവർ നമ്മൾ ഇവിടെ വരെ ഫിക്സ് ചെയ്യുന്നു. ഈ മുകളിൽ നിൽക്കുന്ന ആളിത 1.8 മീറ്റർ ഹൈറ്റിൽ അവിടെ ഒരാൾ നിൽക്കുകയാണ്. ഹി സീസ് ദി ടോപ്പ് ഓഫ് ദി ടെലഫോൺ ടവർ. അയാൾ ടവറിന്റെ ചുവട്ടിലേക്ക് ബിൽഡിങ്ങിന്റെ ചുവട്ടിലേക്ക് നോക്കുന്നു. ഇതാണ് ബിൽഡിംഗ്. ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പ് പോയിന്റിലേക്കാണ് അയാൾ ആദ്യം നോക്കുന്നത്. അത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ്, ലൈക്ക് കീഴ്ക്കോണാണ്. അപ്പൊ നമ്മൾ അവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ആംഗിൾ ഓഫ് ഡിപ്രഷൻ തന്നിരിക്കുന്നത് 40 ഡിഗ്രിയാണ്. പിന്നെ ഇയാൾ ഇതേ സ്പോട്ടിൽ നിന്ന് ഈ ബിൽഡിങ്ങിന്റെ ബോട്ടം പോയിന്റിലേക്ക് നോക്കുന്നു. അപ്പോഴും ഹൊറിസോണ്ടൽ ലൈൻ സെയിം ആണ്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ മാറി, അത് 60 ഡിഗ്രി ആയി. ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഈസ് 60 ഡിഗ്രി. ഞാൻ 60 എന്നുള്ളത് എങ്ങനെ എഴുതിയത്, ഈ ലൈൻ ഓഫ് വിഷനും ഈ ഹൊറിസോണ്ടൽ ലൈനും തമ്മിലുള്ള ആംഗിൾ ആണ് 60 ഡിഗ്രി. അത് ഇത് ഫുൾ ആംഗിൾ ആണ്. ഇതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനെ കാണിക്കുന്ന ഫിഗർ. നമുക്ക് ലെറ്റേഴ്സ് കൊടുക്കാം. എ, പിന്നെ ബി, സി, ഡി, ഇ, ഇങ്ങനെയൊക്കെ നമുക്ക് ലെറ്റേഴ്സ് കൊടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ട്രയാങ്കിൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. ആദ്യം ഈ 40 ഡിഗ്രി ആംഗിൾ നോക്കുക. ഇവിടെയാണ് 40 ഡിഗ്രി ഉള്ളത്. ഈ 40 ഡിഗ്രി ആംഗിൾ അവിടെ ഉണ്ടെങ്കിൽ അതും കഴിച്ചിട്ട് ബാക്കി വരുന്ന ഈ ആംഗിൾ 50 ഡിഗ്രി ആയിരിക്കും അല്ലെ. അവിടെ ടോട്ടൽ 90 വേണം, അപ്പൊ അവിടെ 50 ഡിഗ്രി വരും. ഇനി ഇത് 50 ആണെങ്കിൽ ആ ട്രയാങ്കിളിലെ തേർഡ് ആംഗിൾ 40 ഡിഗ്രി ആയിരിക്കും. ഇത് നമുക്ക് നേരെ വേണമെങ്കിൽ പറയാം, ഈ ആംഗിളിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്, മറുകോണാണത്. അപ്പോൾ ഇവിടെ 40 ആണെങ്കിൽ ഡയറക്റ്റ് ഇവിടെ 40 ഡിഗ്രി വരണം. അതുപോലെ തന്നെ 60 ഡിഗ്രിയുള്ള ആംഗിൾ നോക്കുക. 60 ഡിഗ്രി ഇവിടെ നിന്ന് ഇവിടെ വരെയാണ്. അപ്പൊ അതിന്റെ ബാക്കി ഇവിടെ 30 ആണ് വരിക. ഈ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 60 ഡിഗ്രി വരണം. നേരത്തെ പറഞ്ഞതുപോലെ ഓൾട്ടർനേറ്റ് ആംഗിൾ വെച്ച് നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആ ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ള ആംഗിൾസ് ഒക്കെ നമുക്ക് കിട്ടി. ഇനി ACF എന്ന ട്രയാങ്കിൾ നമുക്ക് ആദ്യം ഇവിടെയും കൂടെ ഒരു ACE എന്ന ട്രയാങ്കിൾ നോക്കാം. ACE എന്ന ട്രയാങ്കിളില് നമുക്ക് സൈഡുകളൊന്നും തന്നിട്ടില്ല. അപ്പൊ താഴത്തെ ഈ സൈഡ് നമുക്ക് എക്സ് എന്നെടുക്കാം. എക്സ് എടുക്കുമ്പോ 40 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡാണ് എക്സ്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് AF അല്ലെ. അപ്പോ ട്രയാങ്കിൾ AFE ഇൻ ട്രയാങ്കിൾ AFE അവിടെ tan 40 ഡിഗ്രി ഈക്വൽ ടു 40 ഡിഗ്രിയുടെ ടാന് ഓപ്പോസിറ്റ് സൈഡാണ് AF ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് എക്സ് ആണ്. AF by x എന്ന് കിട്ടും. Therefore AF equal to x into tan 40 degree. AF എന്ന് പറയുന്നത് ഈ x നെ ഇപ്പുറത്തേക്ക് മാറ്റിയാൽ x into tan 40 എന്ന് കിട്ടും. That is x into tan 40 യുടെ വാല്യൂ ടേബിൾ നോക്കിയാൽ അറിയാം 0.8391 ആണ്. അപ്പോൾ AF ന്റെ വാല്യൂ കിട്ടി x into 0.8391. That is AF equal to x കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.8391 x എന്ന് കിട്ടും. ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. അത് ഇക്വേഷൻ നമ്പർ 1 ആക്കി അവിടെ വെക്കുക. എന്നിട്ട് അടുത്ത ട്രയാങ്കിൾ എടുക്കുക. ട്രയാങ്കിൾ ACD. ഇൻ ട്രയാങ്കിൾ ACD അവിടെ നമ്മൾ ടാൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റിൽ x ഉണ്ട്.
അപ്പൊ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റിലുള്ള എ സി എന്ന് പറയുന്നത് √3x ആയിരിക്കും. നമ്മൾ പഴയ റേഷ്യോ അപ്ലൈ ചെയ്താൽ മതി. ഇൻ ട്രയാങ്കിൾ എ സി ഡി ആംഗിൾസ് ആർ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. കോണുകൾ 30, 60, 90 അപ്പൊ അതിന്റെ റേഷ്യോ ഓഫ് സൈഡ്സ് 1:√3:2 ആണ്, നമുക്കറിയാം. അപ്പോ സി ഡി ഈക്വൽ ടു എക്സ് ആയതുകൊണ്ട്, ഈ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റിൽ എക്സ് ആയതുകൊണ്ട് നമുക്ക് എ സി ഈക്വൽ ടു √3x എന്ന് പറയാം. അത് ഇക്വേഷൻ നമ്പർ 2 അല്ലെ. നമുക്ക് ആകെ തന്നിരിക്കുന്ന വാല്യൂ, ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ് 10 മീറ്റർ. ആ 10 മീറ്റർ നമുക്ക് ഇവിടെയും എഴുതാം. അതായത് എഫ് സി എന്ന ലെങ്ത്തും 10 മീറ്റർ തന്നെയാണ്. ഈ എഫ് സി എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റോ? എ സിയിൽ നിന്ന് എ എഫ് മൈനസ് ചെയ്യുമ്പോൾ 10 കിട്ടണം. എ സി എന്ന ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് എ എഫിനെ ലെസ് ചെയ്താൽ, എ എഫ് കുറച്ചാൽ 10 വരണം. അതായത് ആ റിലേഷൻ ഇങ്ങനെ എഴുതാം: എ സി മൈനസ് എ എഫ് ഈക്വൽ ടു 10 ആയിരിക്കണം. എ സി മൈനസ് എ എഫ് ഈക്വൽ ടു 10 ആയിരിക്കണം. ആ ഒരു വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ സി എന്ന് പറയുന്നത് എന്താണ്? √3x ആണ്. അപ്പോൾ √3x നിന്ന് എ എഫ് നമ്മൾ നേരത്തെ കണ്ടെത്തി 0.8391x. ഇത് മൈനസ് ചെയ്യുമ്പോൾ 10 കിട്ടണം. എ സി മൈനസ് എ എഫ് ഇസ് ഈക്വൽ ടു 10 ആണ്. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എക്സ് ഔട്ട്സൈഡ് എടുക്കാം. എക്സ് പൊതുഘടകമാണ്, കോമൺ ഫാക്ടർ ആണ്. അത് ഔട്ട്സൈഡ് എടുത്താൽ പിന്നെ √3 മൈനസ് 0.8391x ഈക്വൽ ടു 10 എന്ന് വരും. √3യുടെ അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്കറിയാം 1.732 ആണ് അല്ലെ. മൈനസ് 0.8391 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ഇവിടെ എക്സ് കണ്ടെത്തലാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ എക്സ് ഈക്വൽ ടു എന്ന് എഴുതുന്നതിന് മുമ്പ് ഈ രണ്ട് നമ്പറുകൾ നമുക്ക് മൈനസ് ചെയ്ത് നോക്കാം. 1.732ൽ നിന്ന് 0.8391, ഈ 1 എഴുതണമെന്നില്ല, ഡെസിമലിന് ശേഷം നമുക്ക് 3 പ്ലേസ് മാത്രം എടുത്താൽ മതി. ഓക്കെ, അപ്പോ 1.732 മൈനസ് 0.839 ചെയ്താൽ നമുക്ക് കിട്ടുക പിന്നെ 0.893 ആണ്. 0.893, that is equal to 10. Then x is equal to 10 divided by 0.893. 10നെ 0.893 കൊണ്ട് ഹരിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ 3 പ്ലേസ് ഉള്ളത് കൊണ്ട് 1000 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ മുകളിൽ 10,000 എന്ന് വരും, താഴെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ഈ 0.3 സ്ഥാനപ്പുറത്തേക്ക് പോയി 893 വരും. 10,000 ഡിവൈഡഡ് ബൈ 893 ചെയ്താൽ 11.19 എന്ന് കിട്ടും. ഡിവിഷൻ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ 11.19 കിട്ടി. ഇത് എന്തിന്റെ ലെങ്ത് ആണ്? എക്സിന്റെ ലെങ്ത് ആണ്, എക്സിന്റെ വാല്യൂ ആണ്. എക്സ് ഇസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് ബിൽഡിംഗ് ആൻഡ് ടവർ. അപ്പൊ ബിൽഡിങ്ങും ടവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് 11.19 ആണെന്ന് കിട്ടി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബിൽഡിംഗ് ആൻഡ് ടവർ ഈസ് ഈക്വൽ ടു 11.19 മീറ്റർ. അപ്പോൾ ഇതിന്റെ ഡിസ്റ്റൻസ് കിട്ടി. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ഹൈറ്റ് ഓഫ് ദി ടവർ ആണ്. ഹൈറ്റ് ഓഫ് ദി ടവർ എന്ന് പറയുന്നത് ഈ എ സി അല്ല, കാരണം ബി സി ആണ് ഹൈറ്റ് ഓഫ് ദി ടവർ. അതിന്റെ മുകളിൽ ആണ് കയറി നിന്നതാണ് നമ്മുടെ എ ബി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എ സിയുടെ ലെങ്ത് നേരത്തെ കിട്ടിയിട്ടുണ്ട്. എ സിയുടെ ലെങ്ത് √3x നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എ സി √3x നമ്മൾ ചെയ്തപ്പോ പിന്നെ ഈ √3x 1.732 ആണ് √3യുടെ വാല്യൂ. അവിടെ എക്സിന്റെ വാല്യൂ നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു. ഇപ്പൊ നമുക്ക് എക്സ് കിട്ടി അല്ലേ. അപ്പൊ നമ്മള് ഹൈറ്റ് ഓഫ് ദി ടവർ എഴുതുമ്പോ ഹൈറ്റ് ഓഫ് ദി ടവർ, ഇവിടെ ഹൈറ്റ് ഓഫ് ദി ടവർ എന്ന് പറയുന്നത് ബി സി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ സി മൈനസ് എ ബി.
ബി സി എന്ന് പറയുന്നത് എ സി മൈനസ് എ ബി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ സി √3x ആണ് മൈനസ് 1.8. √3x മൈനസ് 1.8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.732 ആണ് √3യുടെ വാല്യൂ. എക്സിന്റെ വാല്യൂ 11.19 മൈനസ് 1.8. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം. അത് രണ്ടും കൂടെ ഗുണിച്ചാൽ നമുക്ക് കിട്ടുക 19.38 എന്നാണ്. 19.38. അതിൽ നിന്ന് 1.8 മൈനസ് ചെയ്യാം. ദാറ്റ് ഈസ് 17.58 മീറ്റർ എന്ന് കിട്ടും. ഈ ടവറിന്റെ ഹൈറ്റ് ഓഫ് ദി ടവർ ഈക്വൽ ടു 17.58 മീറ്റർ. ഇതാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ. ഇതോടുകൂടി നമ്മുടെ ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലുള്ള മുഴുവൻ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിന്റെ റിവിഷൻ എന്ന നിലയ്ക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ 10 വീഡിയോസും 10 വീഡിയോസും നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ കണ്ടിട്ട് ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. ഓരോന്നും ക്വസ്റ്റ്യൻ മാത്രം എടുത്തെഴുതിയിട്ട് നോട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള പരിശോധന നടത്തുക. ആ ഒരു റിവിഷൻ കാണൽ നടത്തിയതിനു ശേഷം ഈ എക്സാമിനേഷന് പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുക. ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ട്രിഗണോമെട്രിയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാ അർത്ഥത്തിലും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻ ഇല്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ചാപ്റ്റർ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ദിവസം കാണാം.